ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നൊരു മാക്സി ഷേപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപൊക്കെ ഞാൻ മാക്സി ഷേപ്പ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ആ ഒരു ഷോർട്ടിന് എനിക്ക് 1 മില്യൺ വ്യൂസോളം എനിക്ക് ലഭിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം എനിക്ക് ആദ്യമായിട്ടാട്ടോ 1 മില്യൺ വ്യൂസ് കിട്ടുന്നത്. പക്ഷെ അതിന് വന്ന കമൻസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ വിഷമമുണ്ടാക്കിയൊരു കാര്യമായിരുന്നു. ഞാൻ ഷോർട്ട് ഇട്ടുള്ള ഒരു തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു മാക്സി ഷേപ്പ് ചെയ്യുമ്പോൾ ഞാൻ 50 രൂപയ്ക്ക് വാങ്ങിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ടായിരുന്നു. പക്ഷേ ഈ 50 രൂപയാണ് ഞാനൊരു മാക്സി ഷേപ്പ് ചെയ്യുന്നതിന് വാങ്ങിക്കുക എന്നൊരു വാക്ക് ഞാൻ അതിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അതിലായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഇത് കത്തിയാണ്, ഇത് ആളെ കൊല്ലുവാണ്, ഇത്ര എമൗണ്ട് ഒന്നും ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻസുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല കമൻസുകളും ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ അതിൽ ബാഡ് കമൻറ്റ് ഉണ്ടായിരിക്കും, നല്ല കമൻസുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടുത്തണമല്ലോ. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതിനുള്ള മറുപടി കുറച്ച് ആളുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും കൂടെ കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പോഴും അതിനുള്ള കമൻസുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു മാക്സി ഷേപ്പ് ചെയ്യുമ്പോൾ 50 രൂപ വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറയും കൂടെ ചെയ്യാം ട്ടോ. എനിക്കൊരു മാക്സി ഷേപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇറക്കവും 2 സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഞാൻ ആർക്കും കൊടുക്കാറില്ല. എനിക്ക് മാക്സി ആരാണോ തരുന്നത് അവരെന്നോട് പറയും ഇതുപോലൊക്കെ ചെയ്യണമെന്ന്. അതെല്ലാവരോടും പറയുന്നുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഒരു സംഭവം, ഞാൻ എന്തൊരു ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് തയ്ച്ചു കൊടുത്തിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വർക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല. ഞാൻ ആ മാക്സി കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുക്കും. അതായത് അതിൻ്റെ കൈ ഏതാണ്, കൈ അഴിച്ചിടും, ബാക്ക് ഭാഗം ഫ്രണ്ട് ഭാഗം ഒക്കെ ഞാൻ അഴിച്ചു മാറ്റി വയ്ക്കും. എന്നിട്ട് ചില ആളുകൾക്ക് ബാക്ക് കഴുത്ത് കുറച്ച് ഇറക്കേണ്ടി വരും. ചില ആളുകൾക്ക് നല്ല, മിക്കവാറും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ബാക്ക് കഴുത്ത് കുറച്ച് ഇറക്കി വെട്ടണം എന്നുള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ മേലുള്ള സ്റ്റിച്ച് അഴിച്ചിട്ട് വേണം നമ്മൾ വേറൊരു കട്ട് പീസ് വെച്ചിട്ട് ആ കഴുത്ത് നമ്മൾക്ക് ഇറക്കി വെട്ടിയിട്ട് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് വലിയൊരു പണി തന്നെയാണ്, ഈ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ ചില ആളുകൾക്ക് ഫ്രണ്ട് കഴുത്ത് ഇത്ര വേണ്ട, കുറച്ച് ഇറക്കം കൂട്ടണം, അല്ലെങ്കിൽ ഇറക്കം കുറയ്ക്കണം, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ചില മാക്സിക്ക് സിബ് ഉണ്ടാവില്ല, ചിലപ്പോൾ ആ സിബ് വെച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സിബ് കൂട്ടി തയ്ച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്. പിന്നെ നമ്മൾ ഷോൾഡർ വെട്ടണം, കൈക്കുഴി വെട്ടണം, ഷേപ്പ് ചെയ്തിട്ട് വെട്ടണം, അടിയിറക്കം വെട്ടണം. ചില ആളുകൾക്ക് ചെറിയ കൈയായിരിക്കും ഇഷ്ടമുണ്ടായിരിക്കുക, ചില ആളുകൾക്ക് വലിയ ഇറക്കമുള്ള കൈയായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഈ ഇറക്കമുള്ള കൈയിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ചിലപ്പോൾ ബാലൻസ് കിട്ടുന്ന ആ താഴത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം കൈയിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം കൈയിറക്കം കൂട്ടി കൊടുക്കാൻ. ചില ആളുകൾ പറയും ഈ കൈയിറക്കം അവിടെ ലെയ്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് നമ്മൾ ലെയ്സ് വാങ്ങിച്ചിട്ട് വെച്ച് കൊടുക്കുക. ചില ആളുകൾ ലെയ്സ് കൊടുന്ന് തരും, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൽ നിന്നുള്ള റേറ്റും നമ്മൾ കുറയ്ക്കും ചെയ്യും. അപ്പോൾ ചില ആളുകൾക്ക് അടിയിൽ നിന്ന് നമ്മൾക്ക് വെട്ടി കളയാനുള്ളത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആദ്യമേ മടക്കി തയ്ച്ചത് ഉണ്ടാവുമല്ലോ, അതിൻ്റെ സ്റ്റിച്ച് അഴിച്ചിട്ട് അവിടെ നിന്ന് ബാലൻസ് തുണി ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ഷേപ്പ് വെട്ടുന്നിടത്തു നിന്ന് നമ്മളൊരു ബാലൻസ് തുണി ഉണ്ടാക്കി എടുത്തതിന് ശേഷം വേണം കൈയിൻ്റെ അവിടെ വേറെ തുണി വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് തോന്നും ഒരു മെറ്റീരിയൽ അങ്ങ് വാങ്ങിച്ചിട്ട് മാക്സി ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. കാരണം അത്രയും പണിയാണ് നമ്മൾ ഇതിലൊരു മാക്സി, റെഡിമെയ്ഡ് മാക്സി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. കാരണം എല്ലാ ഭാഗവും അഴിച്ചു മാറ്റണം, അതായത് കൈ സെപ്പറേറ്റ്, എല്ലാ ഭാഗവും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമല്ലോ. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം അതിൻ്റെ അളവ് എടുത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനേക്കാൾ നല്ലതാണല്ലോ നമുക്ക് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് വെട്ടി കൊടുക്കുന്നത്. വേറെ പണി, ഇത് 2 പണിയല്ലേ, അതൊരു പണിയുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ ചില കസ്റ്റമേഴ്സിന് മാക്സിയിൽ പോക്കറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് തയ്ച്ചു കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് അത് ഫ്രണ്ടിൽ തന്നെ കാണുന്ന രീതിയിൽ പോക്കറ്റ് തയ്ച്ചു കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് സൈഡിലൂടെ നമ്മൾ പോക്കറ്റ് ഇടില്ലേ, അതുപോലെ സൈഡിലൂടെ പോക്കറ്റ് മതി എന്ന് പറയും. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോക്കറ്റ് വയ്ക്കുന്നവർക്ക് നമ്മൾ ആ മെറ്റീരിയൽ തന്നെ നമ്മൾ ആ മാക്സിയിൽ തന്നെ നമ്മൾ മെറ്റീരിയൽ കാണണം. കാരണം അല്ലെങ്കിൽ വേറൊരു മെറ്റീരിയൽ വെക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചില മാക്സിക്ക് മെറ്റീരിയൽ കിട്ടില്ലെങ്കിൽ ഞാൻ അവരോട് ആദ്യമേ പറയും ഇതിൽ നിന്ന് മെറ്റീരിയൽ കിട്ടാൻ ചാൻസ് കുറവാണ്, അപ്പോൾ നമുക്ക് സൈഡിൽ പോക്കറ്റ് വെക്കാമെന്ന് പറയും. കാരണം സൈഡിലാണെങ്കിൽ നമുക്ക് ഏത് മെറ്റീരിയലാണെങ്കിലും കുഴപ്പമില്ല, കാരണം പോക്കറ്റ് കാണില്ലല്ലോ. നമുക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റും പോക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോക്കറ്റ് നമ്മൾ വേറെ തയ്ച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ കൂടെ.
അതുപോലെ തന്നെ ചില കസ്റ്റമേഴ്സ് വളരെ മെലിഞ്ഞതായിരിക്കും. പക്ഷേ അവരൊരു ഡബിൾ എക്സെല്ലോ അല്ലെങ്കിൽ ലാർജോ കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മാക്സി എടുത്തിട്ട് വരികയാണ്. കാരണം ചിലപ്പോൾ അവർക്ക് ഒരുപാട് അത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. ഒരുപാട് അത് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കേണ്ടി വരും. അവരുടെ ശരീരത്തിന് അനുസരിച്ചൊരു നൈറ്റി അല്ല അവർ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അത് വെട്ടി ചെറുതാക്കിയിട്ട് വേണം നമ്മൾ അവർക്ക് മാക്സി തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ മാക്സി ഷേപ്പിങ്ങിൻ്റെ ചാർജ് ഞാൻ 50 രൂപ വാങ്ങിക്കാറ്. ജസ്റ്റ് അവിടെ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഞാൻ ആർക്കും കൊടുക്കാറില്ല. അത് എൻ്റെ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടില്ല. അത് മാത്രമല്ല 50 രൂപ വാങ്ങിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ്. കാരണം ഇവിടെ തൊട്ടടുത്ത കടകളിലൊക്കെ 50ലും കൂടുതലാണ് റേറ്റ് വാങ്ങിക്കാറ്. 60, 70 അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഞാൻ ആ സമയത്ത് ഇവിടെ 25, 30 ആ ഒരു റേഞ്ചിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ് പറഞ്ഞത്, "നീ ഒരു 25, 30 വാങ്ങിക്കുന്നത് നിനക്ക് നഷ്ടമുള്ള കാര്യമാണ്. നീ അത്ര വാങ്ങിക്കല്ലേ. കാരണം നൈറ്റിക്ക് ഇപ്പോൾ അത്രയും റേറ്റ് കൂടുതലുണ്ട്. പിന്നെ എന്തുകൊണ്ട് സ്റ്റിച്ചിങ് ചാർജ് കുറയ്ക്കണം? അപ്പോൾ നീ ഒരു 50 രൂപ വാങ്ങിക്കണം" എന്ന് എൻ്റെ കസ്റ്റമേഴ്സാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കസ്റ്റമേഴ്സിന് 50 രൂപ തരാൻ ബുദ്ധിമുട്ടില്ലാത്തിടത്തോളം കാലം ഞാൻ എന്തിന് വാങ്ങിക്കാൻ മടിക്കണം 50 രൂപ? എന്ന് കരുതി ഞാൻ എല്ലാവരുടെ അടുത്തുനിന്നും അപ്പോൾ തന്നെ പൈസ മേടിക്കുക, പൈസ വേണമെന്ന് നിർബന്ധം പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളുമല്ല. എത്രയോ ആളുകൾ എനിക്കിപ്പോഴും സ്റ്റിച്ച് ചെയ്തിട്ട് കാശ് തരാതെ അവരൊരു പക്ഷേ മറന്നു പോയതായിരിക്കാം. അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ചില ആളുകൾ അപ്പോൾ തന്നെ കാശ് തരും. എന്നിരുന്നാലും ശരി, ഒരു മാക്സിയൊക്കെ തയ്ക്കുമ്പോൾ ഞാൻ 50 രൂപ വാങ്ങിക്കുക. ചിലപ്പോൾ അവർക്ക് തന്നെ ഒരു 4, 5 മാക്സിയൊക്കെ തയ്ക്കാനുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഒരു മാക്സിയുടെ റേറ്റ് കുറച്ചും ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സ് എൻ്റെ കയ്യിലേക്ക് മാക്സികൾ കൊണ്ടുവന്ന് തരുന്നുണ്ടെങ്കിൽ എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കുമ്പോഴും നിനക്ക് ടൈം കിട്ടുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ഞാൻ തയ്ച്ചു കൊടുക്കുന്നത് ഇഷ്ടമുണ്ടായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ എന്നെ ഇഷ്ടമുണ്ടായിട്ടായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് അതൊരിക്കലും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ കസ്റ്റമേഴ്സിനും തോന്നിയിട്ടില്ല. ചില ആളുകൾ നമുക്ക് അറിയാം അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കാറേ ഇല്ല. കാരണം നമുക്ക് ഇതുകൊണ്ട് മാത്രം ജീവിതം പോണു അങ്ങനൊന്നുമില്ലല്ലോ. നമുക്ക് ഇതല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം വരും. അത് വിഷയമുള്ള കാര്യമല്ല. എത്രയോ ആളുകൾ ഇപ്പോഴും സ്റ്റിച്ച് ചെയ്തിട്ട് കാശ് തരാത്തതുണ്ട്. ഞാനായിട്ട് കാശ് മേടിക്കാത്തതുമുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞാൻ 50 രൂപ വാങ്ങിക്കാറ്. അല്ലാതെ ഞാൻ വലിയ കത്തി അല്ലെങ്കിൽ ഞാൻ ആളുകളെ കൊല്ലുക അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ 50 രൂപ സ്റ്റിച്ചിങ് ചാർജായിട്ട് ഷേപ്പിംഗ് ചാർജായിട്ട് വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ ഒരുപാട് കമൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കമൻസുകൾ വരുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ അത്ര വലിയ കത്തിയല്ല. എനിക്ക് ആ ഒരു കത്തി എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിച്ച് കാശ് വാങ്ങിക്കാത്ത ഒരാളാണ്. അതുകൊണ്ടിങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ഇടണം എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.